പോറ്റി മേടിച്ചു പോറ്റി പാവപ്പെട്ടാണ് പോറ്റി മേടിച്ചുകൊണ്ട് പോറ്റി പറഞ്ഞില്ല അതുകൊണ്ട് പോലീസുകാർ വന്നപ്പോഴാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇത് ഒരു കൊല്ലം കൊണ്ടൊക്കെ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പുള്ളി ഇവിടെ ഈ കട ഉള്ളപ്പോൾ ഒരു 3-5 ദിവസം ഇവിടെ രാവിലെ ചായ കുടിക്കാൻ പറ്റുമായിരുന്നു ഈ പുള്ളി. അപ്പോൾ ഞാൻ ഈ കടയിൽ ചോദിക്കാൻ ചെയ്ത് എവിടെ നിന്നൊരു പുതിയൊരു പുള്ളിയാണല്ലോ നമ്മളിവിടുത്തെ. കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡെയിലി രാവിലെ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് പുള്ളി വെച്ച് പോകും. ഞങ്ങളങ്ങ് പോകും. അപ്പോൾ ഞാൻ ചോദിക്കാൻ അത് പെരുമാറിൽ നിന്ന് വന്നതാണ്. ഇവരെ ചായ എൻ്റെ ചായ എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഡെയിലി ഇവിടെ വരുന്നത്. രാവിലെ വൈകിട്ടും നമ്മൾ കണ്ടിട്ടില്ല. രാവിലെ ഈ വരുന്ന സമയത്താണ് ഈ പുള്ളി ഇവിടെ ചായ കുടിക്കുന്നത്. ഞാൻ വരപ്പോഴത്തേക്ക് പറ്റിയ ഒരു ശുദ്ധനാണ് ആള്. അത്ര ആ ഒരു മനസ്സിൻ്റെ സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ത്രീ അല്ല ഇത്. പക്ഷേ ഇത്രയും നിഗൂഢമായ രീതിയിൽ രഹസ്യമായിട്ട് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നതിൽ പോറ്റി ഒരു തെറ്റും പറഞ്ഞു. പക്ഷേ പോറ്റി അറിഞ്ഞിട്ട് വെളി പറയാൻ പറ്റാത്ത ഒരു ഘട്ടം രണ്ടുപേരും കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോറ്റി പറഞ്ഞു. അത് പോറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പോറ്റി ഇവിടെ നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഇതിനെ കെട്ടിക്കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് ഇപ്പോഴാണ് തോന്നുന്നത്. മനസ്സിലായി. അത് വെഞ്ഞാറോട്ട് ആലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അവിടെ കൊണ്ടുപോയി പ്രേതം അടക്കി എന്നല്ലാതെ അവന് മറ്റു പോറ്റിയെക്കുറിച്ച് തെറ്റായ ഒരു വാക്ക് നമുക്ക് പറയാനില്ല. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന 30-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം. ഈ കേസിൽ പിടിയിലായ പ്രതി ജോൺസൺ ഔസേപ്പ് എലിവിഷം കഴിച്ചുവെന്ന് പറഞ്ഞ് ഡോക്ടർമാരെയും പോലീസിനെയും ഒക്കെ വെട്ടിലാക്കിയോ എന്ന സംശയം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക്. അമിതമായ വളവിൽ താൻ ഗുളിക കഴിച്ചു, കീടനാശിനി കഴിച്ചു എന്നൊക്കെയാണ് ഡോക്ടർമാരോട് ഇയാൾ പറഞ്ഞത്. തുടർന്ന് ഇയാളുടെ വയറ് വൃത്തിയാക്കിയിരുന്നു. എന്നാൽ പരിശോധനയിൽ എലിവിഷം അടക്കമുള്ള കീടനാശിനികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗുളിക അമിതയളവിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് വ്യക്തമായി. അതുകൊണ്ടാണ് ആശുപത്രിയിൽ ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം തെളിവെടുപ്പിനായി കഠിനംകുളത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നലെ കഠിനംകുളത്ത് ആതിരയുടെ വീടിന് സമീപത്തെത്തിയ മലയാളി വാർത്താ ടീം നാട്ടുകാരുടെ പ്രതികരണം കണ്ട് അമ്പരന്നുപോയി. അതിശക്തമായ ഭാഷയിലാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. കഠിനംകുളത്ത് ആതിരയുടെ ഭർത്താവ് പൂജാരിയായ രാജീവ്. ഇവർ താമസിക്കുന്ന വീടിന് നേർ എതിർവശത്താണ് ക്ഷേത്രം. ക്ഷേത്രത്തോട് ചേർന്ന് ചെറിയൊരു ചായക്കടയൊക്കെ. ഈ ചായക്കടയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജോൺസൺ ഔസേപ്പ് അവിടെ ചെന്നിരുന്നുവെന്ന്. പെരുമാതുറയിലാണ് താമസിക്കുന്നത് എന്നയാൾ നാട്ടുകാരോട് പറഞ്ഞു. അവിടുത്തെ ചായ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചായ കുടിക്കാൻ താൻ പതിവായി വരുന്നതത്രേ. വീടിന് നേർ എതിർവശത്താണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ്. എന്നിട്ടും ഇയാൾ പതിവായി എങ്ങനെ ആതിരയുടെ വീട്ടിലെത്തി? ആതിര തങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ആദ്യം പറഞ്ഞ നാട്ടുകാർ ഇന്നലെ കൂടോടെ ഇളകി. പൂജാരിയായ രാജീവിനെ ആതിര കബളിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നാട്ടുകാർ കട്ടയ്ക്ക് പ്രതികരണവുമായി ഇറങ്ങിയത്. ഞങ്ങളെയൊക്കെ അവൻ കബളിപ്പിച്ചു. ഈ നാട്ടിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഈ നാട്ടിലെത്തി ആതിരയെ കൊന്നിട്ടവൻ അങ്ങനെ സ്വൈര്യമായി ഇരിക്കാമെന്ന് കരുതേണ്ട. നാട്ടുകാർ കുറച്ചുകൂടി കടന്ന് ഇന്നലെ പ്രതികരിച്ചു. ആതിരയെ കെട്ടി എന്നത് മാത്രമാണ് പോറ്റി ചെയ്ത കുറ്റം. അയാളൊരു പാവമാണ്, പഞ്ചപാവം. വീടിന് നേർ ഓപ്പോസിറ്റ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ വീടിനുള്ളിൽ ആതിര തൻ്റെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നുവെന്ന് ആ പോറ്റി അറിഞ്ഞില്ലല്ലോ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം സൗഹൃദം, പിന്നീട് ടോക്സിക് റിലേഷൻഷിപ്സ്. ഇത്തരത്തിൽ പെടുന്നവർക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് ഈ കൊലപാതകം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവത്തോടെ ഈ സംഭവം കാണേണ്ടതുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ പങ്കുവച്ച ജോൺസൺ താൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് എന്ന ആമുഖത്തോടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. പരിചയപ്പെടുന്നവരോടൊക്കെ അയാൾ സ്വയം വിശദീകരിക്കുന്നതും അങ്ങനെ. എന്നാൽ പച്ചക്കള്ളമാണ്. പണ്ടൊരു മോഷണ കേസിൽ പ്രതി, ഇടയ്ക്കൊരു യുവതിയെ ആക്രമിച്ച കേസിൽ പ്രതി. ക്രിമിനലായ ഇയാൾക്ക് മറ്റൊരു മുഖമുണ്ട് എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെ പരിചയപ്പെടുന്നവർ. അത്തരമൊരു അബദ്ധം തന്നെയാണ് ആതിരയും ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ ജോൺസനെ പരിചയപ്പെടുന്നു. പിന്നീട് ചാറ്റിംഗിലേക്ക് അത് വളർന്നു. സൗഹൃദഭാവേന അടുത്തുകൂടിയ ജോൺസൺ പതിവായി ആതിരയുടെ വീട്ടിലെത്തി. ആതിരയ്ക്കും വല്ലാത്ത മോഹങ്ങളുള്ള സമയം. തൻ്റെ ഭർത്താവ് ബൈക്ക് ഉപയോഗിക്കുന്നില്ല, ബൈക്കിൽ കയറി കറങ്ങണമെന്നൊക്കെ ആതിരയ്ക്ക് വലിയ പൂതി. അതിൻ്റെ തുടർച്ചയായിരുന്നു 1,03,000 രൂപ ജോൺസന് നൽകിയത്. ജോൺസൺ ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റൊക്കെ വാങ്ങി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ആ ബുള്ളറ്റിൽ ആതിരയും കൊണ്ട് പല സ്ഥലങ്ങളിലും കറങ്ങി. ക്രമേണ ആതിരയ്ക്ക് ജോൺസണുമായുള്ള ബന്ധം വല്ലാത്ത തലങ്ങളിലെത്തി. ആതിരയുടെ വീട്ടിൽ ഇയാൾ പതിവായി എത്തും. കൊലപാതകം നടന്ന ദിവസം രാവിലെ പെരുമാതുറയിലെ വാടകമുറിയിൽ നിന്ന് ഇയാൾ പുറപ്പെട്ടത് രാവിലെ 6 മണിക്ക്. രാവിലെ തന്നെ ഇയാൾ ആതിരയുടെ വീടിന് സമീപത്തെത്തി. ഭർത്താവ് പൂജാരിയായ രാജീവ് 5 മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി.
തൊട്ടു പിന്നാലെ ഇയാൾ ആതിരയുടെ വീട്ടിൽ കയറിയെന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴി. വീട്ടിൽ കയറി ഇയാൾ കുട്ടി കാണാതെ പതുങ്ങിയിരുന്നു. കട്ടിലിനടിയിലാണ് ഇയാൾ ഒളിച്ചിരുന്നത് അത്രേ. പിന്നീട് രാവിലെ 8:30 മണിക്ക് ആതിര മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു. ഭർത്താവിനുള്ള ഭക്ഷണം നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് കൊടുത്തു. തിരികെ വീട്ടിലേക്ക്. അതിനു മുൻപ് ഇയാൾക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ആതിര അടുക്കളയിലേക്ക് ചായ ഇടാൻ പോയ സമയത്താണ് ഇയാൾ കിടപ്പുമുറിയിലെ ബെഡിനടിയിൽ താൻ കൊണ്ടുവന്ന കത്തി പതുങ്ങി വെച്ചത്. ആതിരയെ തനിക്ക് മുൻപേ പരിചയമുണ്ടായിരുന്നുവെന്നും തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് തുറന്നു സമ്മതിച്ചു. ആതിര തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തായി തുടങ്ങി. ആദ്യം കുട്ടിയുണ്ട്, അതുകൊണ്ട് തനിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല എന്നായിരുന്നു ആതിര തന്നോട് പറഞ്ഞത്. ഒടുവിൽ താൻ കുട്ടിയുമായി വരാൻ ആവശ്യപ്പെട്ടു. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു ആതിര പിടിച്ചു നിന്നത്. എന്നാൽ കുട്ടിയെ കൂടി താൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ആതിരയോട് പറഞ്ഞു. ഇതിനും ആതിര വഴങ്ങിയില്ല. ഇതോടെ അവളോട് എനിക്ക് വാശിയായി. എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കണമെന്ന ചിന്ത മനസ്സിൽ വളർന്നു. അതിന്റെ തുടർച്ചയായിരുന്നു പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ നടന്ന കൊലപാതകമെന്ന് ഇയാൾ പറയുന്നു. കുട്ടിയെ സ്കൂളിലേക്കുള്ള ബസ്സിലൊക്കെ കയറ്റിവിട്ട് ആതിര മടങ്ങി വീട്ടിലെത്തി. ലൈംഗിക ബന്ധത്തിനായി കിടപ്പുമുറിയിലേക്ക് അവളെ ക്ഷണിച്ചു. കിടപ്പുമുറിയിലെത്തി ബെഡിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിന് ശേഷം അയാളിൽ പക വളർന്നു. ടെലിവിഷൻ വളരെ ഉച്ചത്തിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ശബ്ദം പുറത്തേക്ക് കേൾക്കാത്തത് എന്ന് ഇയാൾ മൊഴി നൽകി. വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ താൻ ആഞ്ഞുകുത്തിയെന്നാണ് ജോൺസൺ പറയുന്നത്. മരണം ഉറപ്പിക്കാനാണ് വീണ്ടും കഴുത്ത് മുറിച്ചതത്രേ. മൃതദേഹം കിടന്ന കട്ടിലിന് താഴെ പ്രതിയുടെ ചോര പുരണ്ട ഷർട്ട് കിടപ്പുണ്ട്. പിന്നീട് ആതിരയുടെ ഭർത്താവ് രാജീവിന്റെ ഷർട്ട് അണിഞ്ഞാണ് ഇയാൾ പുറത്തേക്കിറങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്ത് ഇയാൾ സ്ഥലം കാലിയാക്കി. കൊലപാതകത്തിന് ശേഷം അമിതമായി ഗുളിക കഴിച്ച് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നൊക്കെയാണ് ഇയാളുടെ മൊഴി. കൊലപാതകം നടന്ന ദിവസം രാവിലെ ആതിരയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ബൈക്കടക്കം വിറ്റിട്ടാണ് താൻ ആതിരയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് അന്ന് പുറപ്പെട്ടത്. ആതിരയെ കുത്തിക്കൊലപ്പെടുത്താനുള്ള കത്തി ചിറയിൻകീഴിൽ നിന്നാണ് വാങ്ങിയത്. ഈ മാസം 7-ാം തീയതി ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അന്ന് തന്നെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഡിസംബർ 7-ാം തീയതി മുതൽ ജനുവരി 7-ാം തീയതി വരെ ചിങ്ങവനത്തെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിലെത്തിയത്. പിന്നീട് തുടർച്ചയായി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി വരാൻ ആതിരയോട് ഇയാൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ് ജോൺസൺ. മുൻ ഭാര്യ ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കഠിനംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ മൊഴി പുറത്തേക്ക് വരുന്നത്. ജോൺസൺ പൂർണ്ണമായി കുറ്റം സമ്മതിച്ചു. പട്ടാപ്പകൽ ഒരു യുവതിയെ വീട്ടിൽ കയറി കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുക. ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തകർന്നു പോയിരുന്നു കേരളം. എന്നാൽ പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പോഴിതാ നാട്ടുകാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. പോറ്റി പാവപ്പെട്ടാണ്. പോറ്റി പറഞ്ഞില്ല. അതുകൊണ്ട് പോലീസുകാർ വന്നപ്പോഴാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇത് ഒരു കൊല്ലം കൊണ്ടൊക്കെ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആർക്കും അറിയത്തില്ലേ. പോറ്റിയെ പെണ്ണെ ആരും ഇവിടെ നോക്കാറുമില്ല. കാര്യം പോറ്റിയെ കാണുന്ന പോലെ പെൺകുട്ടിയെ കാണണം. നല്ല രീതിയിലാണ് എല്ലാവരും സഹകരിച്ചത്. അല്ല വേറെ ഒരു കാര്യം അവരെ പറ്റി പറയാനില്ല. ക്ഷണിച്ചു വരുത്തിയ മരണം. അത് അവിടെ ആരുടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വളഞ്ഞിട്ട് ഇതിനെ പോലീസ് പിടിച്ച ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് എത്ര ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. 100 കൂടുതൽ ആൾക്കാർ കൂടെ കാത്തിട്ടു ഈ മരണം കൊണ്ടുവരണം. പ്രതിയെ കൊണ്ടുവരുന്ന പ്രതിയുടെ ഒരു ബന്ധു കൂടെ ഉണ്ട്. ഇന്ന് അവരെല്ലാം കൂടെ ബസ്സിൽ കൂടെ വന്ന് പ്രതിയുടെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ബസ് പോലീസ് സ്റ്റേഷനിലോട്ട് ഇവിടെ തെളിവെടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് വരും. അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ കൂടിയത്. ഇവിടെ എല്ലാവരും ഒരു 9 മണിയോട് ഒരു 10-11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതി ഇപ്പൊ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം പ്രതി ഇവിടെ എവിടെയാണുള്ളതെന്ന് അറിയില്ല. ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മാത്രമേ അറിയാം. അല്ലാതെ പോലീസ് ഇനി കൊണ്ടുവന്നില്ല എന്നുള്ളതെന്ന് അറിയില്ല. പ്രതി കഴിഞ്ഞ ദിവസം വിഷം കഴിച്ചിരുന്നു. അത് വിഷം കഴിച്ചെന്ന് പറയണം. അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ലല്ലേ. വന്നതില്ലേ അതിനെപ്പറ്റി അറിയാവും. ഈ പുള്ളി ഇവിടെ ഈ കട ഉള്ളപ്പോൾ ഒരു 3-5 ദിവസം ഇവിടെ രാവിലെ ചായ കുടിക്കാൻ പറ്റുമായിരുന്നു ഈ പുള്ളി. അപ്പോൾ ഞാൻ ഈ കടയിൽ ചോദിക്കാൻ ഇത് എവിടെ നിന്നൊരു പുതിയൊരു പുള്ളിയാണല്ലോ നമ്മളിവിടുത്തെ. കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡെയിലി രാവിലെ ചായ കുടിക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ കുറേ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് പുള്ളി വെച്ച് പോകും. ഞങ്ങളങ്ങ് പോകും. അപ്പോൾ ഞാൻ ചോദിക്കാൻ അത് പെരുമാറിൽ നിന്ന് വന്നതാണ്. ഇവരെ ചായ എൻ്റെ ചായ എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഡെയിലി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഈ ഇവിടെ തട്ടാണ് അവർ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഇപ്പോൾ കട അടച്ചിട്ട് ഇപ്പോൾ ഒരു 8 ദിവസമായി. അത് വയ്യാത്തോണ്ട് അതൊക്കെയത് അല്ലെ അവരിവിടെ ഉണ്ടാവും. എപ്പോഴാണ് ഇയാളെ കണ്ടിട്ടുള്ളത്? ഞാൻ രാവിലെ ഒരു 6-6:30 മണിയാകുമ്പോൾ ഇവിടെ വരും. 6-6:30 മണിയാകുമ്പം വരും. 7-8 മണി വരെ ഇവിടെ ഞാൻ ഇവിടെ കാണാം. അതിൻ്റെ ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്നവരെ ഇവിടെ കാണാം. ഇവിടെ തന്നെ ചായ. ഏതാണ്ട് എത്ര കാലവും ഞാൻ ഒരു 3-4 ദിവസം കൊണ്ടാണ് കാണുന്നത്. ആ ഞാൻ 4 ദിവസം കൊണ്ട് തുറ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണ് ചായ കുടിക്കാൻ പറഞ്ഞതാണ്. ഇതേ അവർ പറഞ്ഞു. അവർക്കല്ല വേറെ ഒന്നും അറിയില്ല. ഈ 8 മണി കഴിഞ്ഞാൽ ഇവിടെ ചായ തീരും. പുള്ളി ഇങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. അവിടെ അവർക്ക് അങ്ങനെ വലിയ നടക്കാൻ പോയി. കാലിലൊക്കെ ഇതായിരുന്നു. എപ്പോഴായിരുന്നു അയാളെ കണ്ടത്? രാവിലെയാണോ വൈകുന്നേരം? രാവിലെ വൈകിട്ടും നമ്മൾ കണ്ടിട്ടില്ല. രാവിലെ ഈ വരുന്ന സമയത്താണ് ഈ പുള്ളി ഇവിടെ ചായ കുടിക്കുക. ഞാൻ വരപ്പോഴത്തേക്ക് അപ്പോൾ പുറത്തുനിന്ന് ഒരാളെന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത ആള്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണെന്ന് പറഞ്ഞു. അവർ ഇവിടെ ചായ കുടിക്കാനാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനും പോയി. പിന്നെ ടി വിയിൽ കണ്ടപ്പോൾ ആള് അത് തന്നെ. ടി വി കണ്ടപ്പോൾ അതേ ആള് തന്നെ. ആ അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ ആളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ 4 ദിവസം തുടരെ കണ്ടു. 4 ദിവസം കണ്ടോ? അത് അതിന് മുമ്പേ ഞാൻ കണ്ടില്ല. 3-4 ദിവസം ഞാൻ ഇവിടെ നമ്മൾ കണ്ടു. അത്രേ ഉള്ളൂ. അത് പോറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പോറ്റി ഇവിടെ നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഇതിനെ കെട്ടിക്കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് ഇപ്പോഴാണ് തോന്നുന്നത്. മനസ്സിലായി. അത് വെഞ്ഞാറോട്ട് ആലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അവിടെ കൊണ്ടുപോയി പ്രേതം അടക്കി എന്നല്ലാതെ മറ്റു പോറ്റിയെക്കുറിച്ച് തെറ്റായ ഒരു വാക്ക് നമുക്ക് പറയാനില്ല. ഈ സംഭവ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, സംഭവ ദിവസം ഞാനവിടെ വന്നിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ സംഭവം അറിഞ്ഞത്. ഞാൻ ഇവിടെ അല്ല താമസം. ഇവിടുത്തുകാരനാണെങ്കിലും ഇപ്പോൾ ഇവിടെ താമസം 10-20 കൊല്ലോട്ട് ഇവിടെയല്ല, പെരുമുഴിയിലാണ്. അതിദാരുണമായൊരു സംഭവമായിപ്പോയല്ലേ? സംശയമില്ലാത്ത കാര്യം. ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും പോറ്റി കൈവഴി ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനിങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യ എൻ്റെ ഒരു ചിന്ത ഏതിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. വാട്സപ്പ് വഴിയാണ് ഇത് ഇങ്ങനെ നടന്നിട്ടുള്ളതെന്നും പറയുന്നു. ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിലാണ് പത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊന്നും പറയാൻ വേറൊന്നും ഇല്ല. പോറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനാണ്. ഇവിടെ വന്നിട്ട് 16 കഴിഞ്ഞ് 16 വയസ്സിലൂടെ വന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളുമായിട്ട് എല്ലാ സൗഹൃദ സംഭാഷണം തന്നെയാണ്. ഇവിടെ മാത്രമല്ല വെളിയിലുള്ളവരും വന്നാൽ നല്ല രീതിയിൽ കാണുന്നത് പോറ്റിയാണ്. മാത്രമല്ല ഈ ഒരു വീട് ഇത്രയും റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വീടാണ്. എന്നിട്ട് പോലും പ്രതി ഇപ്പോഴും 3-4 ആളോ അതിനകത്തോ ഇതിനകത്തോ തിണ്ണയിലോ ഒക്കെ കാണുന്നതാണ്. അന്ന് ഞാനിതിലേ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പയ്യൻ മാത്രം നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഈ സാധനം അവനെ വരട്ടാറുണ്ട്. നീ എന്താ സാധനം ഈ കാണിക്കുന്ന എടുത്തില്ല എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ല. അപ്പോൾ അത് അവന് ഒന്നും അറിയില്ല. ചോദിച്ചാലൊന്നും പറയാനൊന്നും അങ്ങനെ അറിയില്ല. അതുകൊണ്ട് ഞാനങ്ങ് പോയി. തിരിച്ചു വന്നപ്പോൾ കടക്കാരൻ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇന്നാണക്കാണ് സംഭവിച്ചത്. പോറ്റി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാണ് സംസാരിച്ചത്. അകത്തോട്ടൊന്നും പോയില്ല. പ്രേതം കണ്ടത് ഇവിടെ ആംബുലൻസിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്. തിരിച്ച് അവരുടെ വീട്ടിൽ പോയി അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് തീ കത്തിച്ചതിന് ശേഷമാണ് വന്നത്. അത്രമാത്രം. നേരത്തെ ഒരു സംഭവം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അതെ, സംശയമില്ലാത്ത കാര്യമാണ്. അതിലും വേറൊരു കാര്യമുണ്ട്. പോറ്റി പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരോട് പറയുന്ന കേട്ടതാണ്. ഇങ്ങനെ എന്നെ 2 ഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തി ഞാൻ ആകെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് പോറ്റി പറഞ്ഞത്. അങ്ങനെ ഒരാൾ പറഞ്ഞ് ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്ന്, സ്വന്തം ഭാര്യ. മറ്റവൻ പറഞ്ഞ് നിന്നെ ഞാൻ കൊന്നിട്ട് പോകുമെന്ന് പറഞ്ഞു എന്ന് പോറ്റി പറഞ്ഞതായിട്ടാണ് നമുക്കറിവ്. അല്ല മറ്റൊന്നും അറിയില്ല. പോറ്റി ഒരു ശുദ്ധനാണ് ആള്. അത്ര ആ ഒരു മനസ്സിൻ്റെ സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ത്രീ അല്ല ഇത്. പക്ഷേ ഇത്രയും നിഗൂഢമായ രീതിയിൽ രഹസ്യമായിട്ട് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നതിൽ പോറ്റി ഒരു തെറ്റും പറഞ്ഞു. പക്ഷേ പോറ്റി അറിഞ്ഞിട്ട് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു ഘട്ടം 2 പേരും കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോറ്റി പറഞ്ഞു.